പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. എന്താ ക്വസ്റ്റ്യൻ മാർക്ക്? ഇതിപ്പം ഇല്ല, വയലാർ സാർ ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ച് ഇതൊരു സങ്കടപ്പാട്ടാണ്. ആണോ? ശർക്കര എന്നുള്ളതുകൊണ്ട് അല്ല, ശർക്കര പന്തൽ, അവിടെ തേൻ മഴയും കൂടെ പൊഴിഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾ എമ്മാതിരി ഉറുമ്പരിക്കും. അപ്പൊ അങ്ങനെ നിന്ന് പാടുമ്പോ അവൾക്ക് ഭയങ്കര വിഷമായിരിക്കും, പാടാൻ ബുദ്ധിമുട്ടാണ്. മക്കളെ ഉറുമ്പരിച്ചെന്നാ പറയുന്നത്. എനിക്കൊന്നേ അതൊരു പ്രേമ പരവശമല്ലേ സങ്കടത്തിനേക്കാളും. പക്ഷെ അവിടെ നിൽക്കണ്ടേ, പഞ്ചസാര കൂടി കഴിഞ്ഞാല് ഇപ്പൊ ഉറുമ്പ് അടിച്ചുള്ള പരവേശമാകും. മക്കളെ ഈ തമാശകൾ കേട്ടിട്ട് മക്കൾക്ക് എന്ത് തോന്നി? എന്നിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഭാവമാറ്റെങ്കിലും ഒന്നുമില്ല, അവർക്ക് ചിരി വരിക. കുട്ടിക്ക് ഒന്നാമതൊന്നും മക്കളെ ഇങ്ങനെ ഈ മനസ്സിലായിട്ടില്ല. തമാശ കേട്ടിട്ടെങ്കിലും നിനക്കൊരു ചിരി വരുന്നോ? അതെങ്കിലും വേണം ഈ ഒന്ന് പാട്ട് ചിരിക്ക്, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്ക്. ശരിക്കും മക്കളെ ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ. അറ്റ്ലീസ്റ്റ് ഒന്ന് അഭിനയിച്ചെങ്കിലും ചിരിക്ക്. ഒരിക്കൽ കൂടി ചിരിച്ചേ. മോളെ ഞാനൊരു തമാശ പറയട്ടെ, ചിരിക്കാവോ? ഒരാള് ഇറങ്ങി നടന്നു പോവാണ്. അപ്പൊ അയാളുടെ വീട്ടിന്റെ അടുത്ത് ഒരു സ്ത്രീ, അവര് ഭയങ്കര ജാടയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അവരുടെ ഒരു പൂടെയുള്ള പൂച്ച കൊണ്ടിട്ട് അങ്ങ് കുളിപ്പിക്കുക, സർഫോ വിമ്മോ ഒക്കെ ഇട്ട് തേച്ചങ്ങ് കുളിപ്പിക്കുക. അപ്പൊ ഈ പോയ ആള് പറഞ്ഞ് അതിങ്ങനെ പൂച്ച ഇങ്ങനെ കുളിപ്പിക്കരുത്, അത് ചത്തുപോകും, അതിന് ഇത്ര ആവശ്യമില്ലല്ലോ, ഇത്രയും മുടിയുള്ള ഒരു പൂച്ച ചെറുതായിട്ടങ്ങനെ ഒന്നിട്ട് തട്ടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അത് ഇപ്പോൾ ഉണക്കി എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര കരച്ചില്, പൂച്ചനെ കാണാനല്ലേ? പൂച്ചയില്ലാതെ ഇവര് കരച്ചിലോട് കരച്ചില്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? പൂച്ച ചത്തു. എങ്ങനെ? ഭയങ്കര. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പൂച്ച ഇത്രയും കുളിപ്പിക്കരുത്, അത്രയും വെള്ളമൊക്കെ അതിന്റെ ചെവിയിലൊക്കെ കയറി ചത്തുപോകും. അപ്പൊ അവര് വെള്ളം ചെവി കയറി അല്ല ചത്തത്, പൂച്ച കുളിപ്പിച്ചു കഴിഞ്ഞ് അത് ഉണങ്ങാൻ ഞാൻ അതിനെ ഒന്ന് പിഴിഞ്ഞു. ചിരിക്കടി. ആരാ ഇവനാ? എല്ലാരും കൂടെ അഭിനയിക്കുക. ഈ മണ്ടത്തിനെ കേട്ടുപോലും നിനക്ക് ചിരി വന്നില്ല. ഐ എം റിയലി സോറി മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.